ഇവള് പറഞ്ഞാൽ എനിക്ക് CMA എടുക്കണം. അങ്ങനെ നമ്മൾ ലെഡ്ജർ ഗേറ്റ് പോകുന്നു. മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ നോക്കിയിരുന്നു, പക്ഷേ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ലെഡ്ജർ ഗേറ്റാണ്. അവർ നിലയിച്ചുവരെ സംസാരിച്ചു, ഞാൻ ആ ഫീസ് അടച്ചു. അപ്പോൾ ആ വർഷം തന്നെ ദൈവസഹായത്തോടുകൂടി വിജയിക്കാൻ പാസ്സായും ചെയ്തു. വെരി ഹാപ്പി. ഞാനൊരു സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടിയാണ്, എന്നിട്ടും ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സായി. CMA എല്ലാവരും പറയുന്ന പോലെ വലിയ ടഫൊന്നല്ല, ഹാർഡ് വർക്ക് ചെയ്ത് എന്തായാലും കിട്ടും. ആർക്ക് വേണമെങ്കിലും പാസ്സാകാം, ഹാർഡ് വർക്ക് ചെയ്യണം, പിന്നെ ക്വസ്റ്റ്യൻസ് എല്ലാം കുറേ ചെയ്യുക, എന്നാൽ എന്തായാലും പാസ്. ഇവള് സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് പഠിച്ച് വളർന്നുകൊണ്ട് നമുക്ക് ചെറിയൊരു തിങ്കിങ് ഉണ്ടായിന് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. അതിലൊക്കെ വളരെ ബാക്ക് ബോൺ ആയിട്ട് സപ്പോർട്ട് ചെയ്തത് ഒന്നാമത് ലെഡ്ജർ ഗേറ്റ് ആണ്. പിന്നെ പാരൻസ്. ലെഡ്ജർ ഗേറ്റ് എന്തുകൊണ്ട് എടുക്കാൻ താല്പര്യം എന്ന് ചോദിച്ചതിൽ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് വെച്ചാൽ ഈ ലെഡ്ജർ ഗേറ്റ് അങ്ങനെ അഡ്വർടൈസ്മെൻറ്റ് വളരെ കുറവാണ്, കണ്ടിട്ടേ ഇല്ല. അപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്ത് വെച്ചാൽ റോൾസ് റേസിൽ ഒരിക്കലും അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാറില്ല, കാരണം അതിൻ്റെതായ ഒരു ബ്രാൻഡ് ഉണ്ട്. ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഞാൻ ഈ ലെഡ്ജർ ഗേറ്റിലും ചിന്തിച്ചത്. അതുകൊണ്ടാണ് പാരൻസിനോട് പറഞ്ഞത്. പഠിപ്പും ഇതിന് എൻജോയ്മെൻറ്റും ബാലൻസ് ചെയ്തിട്ടാണ് ഇവർ കൊണ്ടുപോകുന്നത്. പിന്നെ ഫാക്കൽറ്റീസ് ആണെങ്കിൽ നല്ല സപ്പോർട്ടാണ്. ഡൗട്ടെല്ലാം ചോദിച്ചാൽ വൃത്തിക്ക് ക്ലിയർ ചെയ്ത് തരും. ഡൗട്ടെല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമേ അടുത്ത ടോപ്പിക്കിലേക്ക് പോകാറുള്ളൂ. ക്വസ്റ്റ്യൻസ് എല്ലാം കുറേ തന്നതിന് ശേഷം അടുത്ത ടോപ്പിക്ക് എടുക്കുള്ളൂ.